ഇതിനിപ്പോ ഇങ്ങനെ വറുത്തു പൊരിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? ശരിയാണ്, ആദ്യത്തെ ആ ഒരു 30-35 സെക്കൻഡ് നമ്മൾ ഫസ്റ്റ് ടൈം ഈ സോങ് കേൾക്കുമ്പോൾ എന്താ ഇത് എന്നൊരു തോന്നൽ വരും. പക്ഷെ സംഗതി 2-3 തവണ കേൾക്കുമ്പോൾ ഐ ഫീൽ ഇറ്റ്സ് ഓക്കെ. അതിനേക്കാൾ പ്രോബ്ലമാറ്റിക് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ഹൈപ്പ് കയറി എന്ന ലൈനാണ്. അതിൽ തന്നെ ആ ഹൈപ്പ് എന്ന വാക്കാണ് ഒരു പ്രശ്നം. അപ്പോൾ ആ ഹൈപ്പ് കയറി എന്ന് പറയുന്നതിന് പകരം ആവേശം കയറി ഇതെങ്ങോട്ട് ഇത് എന്നൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായനെ. പിന്നെ ആ തുടക്കത്തിലെ പോർഷൻ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വലിച്ചു നീട്ടുന്ന സംഗതിയുടെ കൂടെ കുറച്ച് നല്ല വിഷ്വൽസ് കൂടി ഉണ്ടെങ്കിൽ അതങ്ങ് ടാലി ആയിക്കോളും. ആൻഡ് ആകെ മൊത്തം പറയാനുള്ളത്, മലയാളത്തിൽ അവസാനമായിട്ട് ഒരു അടിച്ചുപൊളി പാട്ട്, അതിൽ നമ്മുടെ സ്റ്റാർസ് ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ട് എത്ര കാലമായി എന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. ആവേശത്തിൽ ഇതുപോലെ നല്ലൊരു പാട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ മെയിൻ ഹീറോ അതിനകത്ത് ഡാൻസ് കളിക്കുന്നുണ്ടോ? സോ നമുക്ക് ആകെ മൊത്തം കുറെ കാലം കൂടിയാണ് ഇങ്ങനെ ഒരു സംഗതി കിട്ടുന്നത്. അതിനെയാണെങ്കിൽ ആളുകൾ അറഞ്ചും പുറഞ്ചും ട്രോളുകയാണ്. പിന്നെ ഇവിടെ വർക്കൗട്ട് ആവുന്ന മറ്റൊരു സൈക്കോളജി എനിക്ക് തോന്നുന്നത്, ഈ സിനിമയിൽ നിന്ന് ഓൾറെഡി മ്യൂസിക് ഡയറക്ടറായ ഷാൻ റഹ്മാനെ പുറത്താക്കിയെന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ഈ പാട്ട് കേൾക്കുന്നത്. അപ്പൊ വീണ് കിടക്കുന്നവനെ അടിക്കാനുള്ള ഒരു ടെൻഡൻസി, പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന്റെ കാര്യത്തിൽ അത് നമുക്ക് കുറച്ച് കൂടുതലാണ്. അതല്ലാതെ ഈ പാട്ടിന്റെ പേരിൽ ഷാൻ റഹ്മാനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു ഡീസന്റ് അടിച്ചുപൊളി പാട്ട് തന്നെയാണ് ഇത്. ഇങ്ങനെ ഞാൻ പറയാൻ കാരണം, ഇവിടെ യഥാർത്ഥ കൾപ്രിറ്റ് ഗാനരചയിതാവാണ്. എന്നാൽ ആളെ മെൻഷൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മ്യൂസിക് ഡയറക്ടറിനെയാണ് ആളുകൾ ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. ബട്ട് പൊതുവെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിയേറ്ററിൽ വന്നാൽ അതിന്റെ കളി മാറും. അത് തന്നെയാണ് ഈ പാട്ടിനും സംഭവിക്കാൻ പോകുന്നത്. ഈ പടം, അതിന്റെ കഥ, അതിലെ മോഹൻലാലിന്റെ പ്ലേസ്മെന്റ്, അതിനെപ്പറ്റിയൊന്നും എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷേ ഈ പാട്ട് തിയേറ്ററിൽ പൊളിയായിരിക്കും. ബട്ട് അണ്ടർ വൺ കണ്ടീഷൻ, കൂലിയിലെ മോണിക്ക സോങ് ഒരു ചാർട്ട് ബസ്റ്റർ ആയിരുന്നു. പക്ഷേ പടത്തിൽ അതിന്റെ പൊസിഷനിങ് അത്രക്ക് അബദ്ധമായിരുന്നു. അതുപോലെ ആവാതിരുന്നാൽ ഈ പാട്ട് തിയേറ്ററിൽ ഒരു ഓളമായിരിക്കും.